നമസ്കാരം. സമകാലികത്തിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു നൽകുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് തന്നെ വിഴിഞ്ഞം പുതിയൊരു ഏടായി മാറുമെന്നതിൽ സംശയമില്ല. ട്രയൽ റൺ കാലത്ത് തന്നെ നേട്ടങ്ങൾക്കുമേൽ നങ്കൂരമിട്ടാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്നത്. ഇന്ന് സമകാലികം ചർച്ച ചെയ്യുന്നത് വിഴിഞ്ഞം വികസനം നങ്കൂരമിടുമ്പോൾ എന്ന വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ജയകുമാർ, വിസിൽ മുൻ CEO, അനിൽകുമാർ പണ്ടാല, നഗരാസൂത്രണ വിദഗ്ധൻ, സതീഷ് ഗോപി, റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ, ഒപ്പം BA പ്രകാശ്, സാമ്പത്തിക വിദഗ്ധൻ. ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കാണാം. രാജ്യത്തിന്റെ തിലകക്കുറിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതാ എനിക്ക് പിന്നിൽ. പ്രകൃതി കനിഞ്ഞു നൽകിയ 20 മീറ്ററിലധികം ആഴം. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം ദൂരം. അങ്ങനെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്. രാജ്യത്തെ ആദ്യ ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. ഒന്നാം ഘട്ടത്തിൽ 800 മീറ്റർ ബർത്ത്, 3 യാർഡ് ടെർമിനലുകൾ, 32 കൂറ്റൻ ക്രെയിനുകളും അനുബന്ധ സൗകര്യങ്ങളും, 2 മദർഷിപ്പുകളിൽ നിന്നും ഒരേ സമയം ചരക്കിറക്കാം. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമെന്ന നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തം. ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും സജ്ജം. 24,346 TEU വരെ ശേഷിയുള്ള വലിയ കണ്ടെയ്നർ കപ്പലുകളെ ഉൾക്കൊള്ളാൻ ശേഷി. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലുകളിലൊന്നായ MSC തുർക്കി നങ്കൂരമിട്ട തുറമുഖം. അതിശക്തമായി തിരമാലയടിക്കുന്ന തീരമാണ് വിഴിഞ്ഞം. ആഞ്ഞടിക്കുന്ന ഏതു വലിയ തിരമാലയിൽ നിന്നും രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തെ സംരക്ഷിക്കാൻ പടുത്തുയർത്തിയിട്ടുണ്ട് വലിയ പുലിമുട്ട്. തിരമാലകളെ പൂട്ടാൻ 3 കിലോമീറ്റർ പുലിമുട്ട്, 20 കിലോമീറ്ററോളം കടലാഴത്തിൽ രാജ്യത്തെ ഏറ്റവും ആഴമേറിയ പുലിമുട്ട്, 28 മീറ്റർ ഉയരം, അതായത് 9 നില കെട്ടിടത്തിന്റെ അതേ തലപ്പൊക്കം. നിർമ്മാണ ചെലവ് 1387 കോടി രൂപ. 10 മീറ്റർ ഉയരത്തിൽ വരെ എത്തുന്ന തിരമാലകളെ പ്രതിരോധിക്കും. നിർമ്മിക്കാൻ ഉപയോഗിച്ചത് 68 ലക്ഷം മെട്രിക് ടൺ പാറയും കല്ലുകളും. രണ്ടാം ഘട്ടം 2028 ഡിസംബറിൽ പൂർത്തിയാകും. സർക്കാർ പണം മുടക്കാത്ത ഈ ഘട്ടത്തിൽ അദാനി നിക്ഷേപിക്കുന്നത് 9,600 കോടി. രണ്ടാം ഘട്ടത്തിൽ ബർത്ത് 1200 മീറ്ററും മൂന്നാം ഘട്ടത്തിൽ 2000 മീറ്ററുമായി നീളം കൂട്ടും. പുലിമുട്ട് 4 കിലോമീറ്റർ ആകും. 4 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാം. 2ഉം 3ഉം ഘട്ടങ്ങൾക്കായി 77.17 ഹെക്ടർ കടൽ നികത്തും. 2ഉം 3ഉം ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ കൈകാര്യം ചെയ്യൽ ശേഷി 30 ലക്ഷം TEU ആയി വർദ്ധിക്കും. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറും. തുറമുഖം പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുക്കുന്നത് അനവധി തൊഴിലവസരങ്ങൾ. സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റും. അനുബന്ധ വികസനങ്ങൾ വേറെ. ജയകുമാറിനൊപ്പം PS വിനയ, ദൂരദർശൻ ന്യൂസ്. ഡോക്ടർ ജയകുമാർ സാർ വിസിൽ മുൻ CEO-യാണ്. 1995 ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യ രൂപരേഖ തയ്യാറാക്കുന്നത്. അന്ന് രൂപരേഖ തയ്യാറാക്കിയത് മുതൽ 2024 ആദ്യ കപ്പലെത്തുന്നതുവരെ 3 പതിറ്റാണ്ട് പല ഘട്ടങ്ങളിൽ വിഴിഞ്ഞം പദ്ധതിയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജയകുമാർ സാറ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് രൂപീകരിച്ചപ്പോൾ ആദ്യ CEO കൂടിയാണ്. ഈ വിഴിഞ്ഞത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ജയകുമാർ സാർ. ഇവിടെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാക്കി അതിൻ്റെ സുപ്രധാന ഘട്ടം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ സിംഗപ്പൂർ തുറമുഖം കൊണ്ട് വളർന്നതുപോലെ കേരളത്തിനുള്ള അവസരമാണോ ഇനി? തീർച്ചയായിട്ടും നമുക്കങ്ങനെ പ്രത്യാശിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഹംബിൾ ബിഗിനിങ്ങാണ്. അത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 1995 നമ്മൾ വിഭാവനം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു തുറമുഖം റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാത്ത ഒരവസരത്തിലാണ് നമ്മൾ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയത് മുന്നോട്ട് പോയതും. ഇത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ലെവൽ ഓഫ് ട്രാഫിക് ഇപ്പം വന്ന് കണ്ട ആ ഒരു ട്രെൻഡ് വച്ചിട്ട് തീർച്ചയായിട്ടും ഈ ട്രാഫിക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുകയും
അത് നമ്മുടെ ബർത്തിൻ്റെ എക്സ്പാൻഷനും അല്ലെങ്കിൽ ഈ പോർട്ട് അടുത്ത ഘട്ടങ്ങളിലോട്ട് വികസിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ഒരു സിംഗപ്പൂരിൻ്റെ ലക്ഷ്യം സിംഗപ്പൂർ തുറമുഖം പോലെ ഉള്ള ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ലക്ഷ്യം വെച്ച് നീങ്ങാൻ സാധിക്കും എന്നാണ് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, 3 പതിറ്റാണ്ട് കാലം വിഴിഞ്ഞത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിഞ്ഞൊരു വ്യക്തി കൂടിയാണ് സാർ. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അസാധ്യമാണെന്ന് കരുതിയ ഇന്നലകൾ ഇന്ന് സാധ്യമായി തീർന്നിരിക്കുകയാണ്. കാരണം ഇത് 1995 മുമ്പേ ഒരു 1992-93 സമയങ്ങളിൽ ഇതിൻ്റെ ചർച്ചകൾ ആരംഭിക്കുകയും അന്ന് ഇവിടെ പ്രധാനമായും ഇതിൻ്റെ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് കണ്ടിട്ടാണ് വിഴിഞ്ഞത്തൊരു ആഴക്കടൽ തുറമുഖം നിർമ്മിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുകയും അതനുസരിച്ചിട്ടുള്ള ചർച്ചകളാണ് ആരംഭിച്ചത്. അന്ന് ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് എന്നുള്ളൊരു ആശയം മനസ്സിൽ ഉദിച്ചിരുന്നില്ല. 94-95 നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ വന്നതും മന്ത്രിതലത്തിലും ഒഫീഷ്യൽ ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമൊക്കെ ചർച്ച നടന്ന് 95 റിപ്പോർട്ട് ഞങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അന്ന് സമർപ്പിക്കുകയുണ്ടായി സർക്കാരിന്. അതിൽ തന്നെ ഇതുപോലെയുള്ളൊരു വലിയ തുറമുഖമായിട്ട് നിർമ്മിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഒരു പ്രപ്പോസ് ചെയ്ത ഒരു പ്ലാനും അതിനുള്ള ഡീറ്റെയിൽസും എല്ലാം. ഏകദേശം അതേപോലത്തെ തന്നെയാണ് ലേ ഔട്ടും എല്ലാം ഇപ്പോഴത്തെ തുറമുഖം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ 95 വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്ത ലേ ഔട്ട് വെച്ച് ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു തുറമുഖം നിർമ്മിക്കാമെന്നുള്ളൊരു സ്വപ്നം കണ്ടിരുന്നതേ ഉള്ളൂ. എന്നാൽ അതിന് ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇന്നിപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അനിൽകുമാർ പണ്ടാല സാർ, ഈ രാജ്യത്തിൻ്റെ ചരക്ക് ഗതാഗതത്തിൻ്റെ കവാടമായി വിഴിഞ്ഞം മാറും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണം ഏറ്റെടുക്കാൻ കേരളം തയ്യാറായോ? ഈ മാനേജ്മെൻറ്റിൽ 2 അപ്രോച്ചുകളുണ്ട്. ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ച്, ഒന്ന് ബോട്ടംസ് അപ്പ് അപ്രോച്ച്. ഈ ബോട്ടംസ് അപ്പ് അപ്രോച്ചിലാണ് നമ്മൾ സാധാരണ ഫണ്ടമെൻ്റൽസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നത്. ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വരിക എന്നുള്ളത്. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്മെൻറ്റ് അത്ര അങ്ങ് അടിച്ചേൽപ്പിക്കുക, അത് പിന്നെ ഫണ്ടമെൻ്റൽ ലെവലിൽ നമ്മൾ ആ ഒരു ജനത അതിന് തയ്യാറാണെങ്കിൽ ആ ഫണ്ടമെൻ്റൽ ലെവലിൽ അങ്ങ് പല മേഖലകളും ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഒരു സെക്കൻഡ് അപ്രോച്ച്. ഇത് ചിലത്തൊരു ഹൈബ്രിഡ് അപ്രോച്ചും പിന്നെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഇപ്പം കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വലിയ ഇൻഡസ്ട്രി വരാൻ എല്ലാവരും മടിക്കും. ഏത് ഇൻഡസ്ട്രിയലിസ്റ്റിനടുത്ത് ചോദിച്ചാലും കേരളത്തിലൊരു വലിയ ഇൻഡസ്ട്രി വരില്ല. ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ റിഫൈനറി വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇൻഡസ്ട്രി എന്നുള്ള ലെവലിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഉള്ളവർ തന്നെ പലരും നമുക്ക് ഇവിടുന്ന് പോയതായിട്ടും അറിയാം. അപ്പം ഇങ്ങനെ ഈ മടിച്ച് നിൽക്കുന്ന ഒരു ജനത പല കാരണങ്ങളാൽ ആ ജനതയെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം ബാക്കി എല്ലാവരും കുതിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇവരെ മാറ്റിയെടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളതിൽ വിജയിക്കുമോ എന്നുള്ളത് വളരെ ഒരു സംശയകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അടിച്ചേൽപ്പിച്ചാൽ അതാണ് ജനത അതോടുകൂടി അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് ഒരു സാധ്യത തന്നെയാണ്, ഒരു നല്ല സാധ്യത തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വിഴിഞ്ഞം എന്നുള്ള ഇപ്പോൾ 20,000 കോടിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നുള്ളത്. അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ലോക്കൽ എംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ പറയുന്ന പോലെ നമുക്ക് വരില്ല. അതൊരു ഫുൾ പോർട്ടായി കഴിഞ്ഞാലേ വരുള്ളൂ. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ടും എല്ലാം നടക്കുമ്പോഴാണ് ഫുൾ പോർട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. പക്ഷേ അത് വരും എന്ന് തന്നെ നമുക്ക് കണക്കാക്കണം. കാരണം ഇത്രയൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി ഇടുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് ഡൗൺ ആണ്. ഒരു മേജർ ഫെസിലിറ്റി കൊടുക്കുക, അതിൽ നിന്ന് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് പല പല ആക്ടിവിറ്റിയിലേക്കും പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ ക്രൂയിസ് ടെർമിനൽ വരാം. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ആ ഒരു കൾച്ചറിനോടും ആ ഒരു പിന്നെ ഇൻഡസ്ട്രിയോടും യോജിച്ച് നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ആൾക്കാരും എല്ലാം അടിസ്ഥാന വികസനം നടക്കണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. നടന്നേ പറ്റൂ. പ്രത്യേകിച്ചും ഇതുപോലൊരു PPP പ്രോജക്റ്റ് ആകുമ്പോൾ ഗവൺമെൻറ്റും സർക്കാരും പിന്നെ പ്രൈവറ്റ് പാർട്ടിയും രണ്ടുപേരും അതിൽ ഇൻട്രസ്റ്റഡാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും ആ ഗോള് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളത്തിന് ഒരു എന്താ പറയേണ്ട ഒരു സ്റ്റിമുലസ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശ്രീ സതീഷ് ഗോപി സാർ, നമുക്ക് ഈ ട്രയൽ റൺ കാലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ 8 മാസത്തെ ഈ ട്രയൽ റൺ കാലം ലോകത്തിന് മുന്നിൽ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ തുറന്നിടുന്നതായിരുന്നു. 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നങ്കൂരമിടുന്നത്. പിന്നെ വിഴിഞ്ഞത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തെ വൻകിട കപ്പലുകൾ ഒന്നൊന്നായി വിഴിഞ്ഞം തീരമണിഞ്ഞു. MSC തുർക്കിയ, ക്ലൗഡിയ, ഗ്രാറ്റഡ് തുടങ്ങിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. അപ്പോൾ രാജ്യത്തെ അഭിമാന പദ്ധതികളിൽ ഒന്നായ വിഴിഞ്ഞത്തിന് അനന്ത സാധ്യതകൾ തുറന്നിടുന്നുണ്ടോ? തീർച്ചയായും വിഴിഞ്ഞം മദർ പോർട്ട് എന്ന് പറയുന്നത് അനന്ത സാധ്യതകൾ ഉള്ള ഒരു പോർട്ട് തന്നെയാണ്. നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റൊരു സിംഗപ്പൂരോ അല്ലെങ്കിൽ മറ്റൊരു ഷാങ്ഹായ് പട്ടണവുമാക്കി മാറ്റാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. പക്ഷേ അതിനൊത്തിരി കടമ്പകൾ നമ്മൾ കടന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ആ ഒരു സമയം വരെ എത്തി നിൽക്കുമ്പോൾ തന്നെ അടിസ്ഥാന സൗകര്യം, അതിന് വേണ്ടിയിട്ടുള്ള റോഡ് റെയിൽ കണക്ടിവിറ്റി പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖം ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി നിലനിൽക്കുകയാണെങ്കിൽ, ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി മാത്രം നിലനിൽക്കുകയാണെങ്കിൽ കേരളത്തിന് അതിൻ്റെ പ്രയോജനം കിട്ടില്ല. കേരളത്തിന് അതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ഇന്ത്യയിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ ഗേറ്റ് വേ ആയി വിഴിഞ്ഞം മാറണം. അതായത് DG ഷിപ്പിങ്ങിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു കണ്ടെയ്നർ വിഴിഞ്ഞത്ത് വന്നിറങ്ങി 100 കിലോമീറ്റർ അകലെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ വന്ന് അത് ഡെലിവറി ചെയ്യുമ്പോൾ 11 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുവെന്നാണ്. ഇവിടെ മദർഷിപ്പ് വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന കണ്ടെയ്നർ ഇറക്കിക്കഴിഞ്ഞതിന് ശേഷം ഫീഡർ വെസൽ അത് എടുത്തുകൊണ്ട് മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടില്ല. ഇവിടെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഔട്ടർ റിംഗ് കോറിഡോർ, അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിംഗ് റോഡ് ഫെസിലിറ്റി, ഇതെല്ലാം നിലവിൽ വരണം. ഇതെല്ലാം നിലവിൽ വന്നാൽ മാത്രമേ ഒരു തുറമുഖത്തിൻ്റെ പ്രയോജനം ആ നാടിനുണ്ടാവുകയുള്ളൂ. അത് ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തുറമുഖം വന്നു, തുറമുഖത്തിൻ്റെ അടുത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ, പിന്നീട് തേൻ, ഇവിടെയുള്ള സാധനങ്ങൾ, പൂക്കൾ, അതുപോലെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇത് എക്സ്പോർട്ടിന് സാധ്യതയുള്ളതാണ്. പിന്നെ സംസ്കരിച്ച മത്സ്യമാംസാദികൾ, ഇതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അടുത്ത് എത്തിക്കേണ്ട യൂണിറ്റുകൾ ഈ തുറമുഖത്തിനടുത്ത് തന്നെ ഉണ്ടാവണം. അത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ചെറുകിട ഉൽപ്പാദന യൂണിറ്റുകൾ ഉണ്ടാവണം. കണ്ടെയ്നറാണ് ഇവിടെ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ആ കണ്ടെയ്നർ റിപ്പയറിംഗ് സംവിധാനം, അതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ടാവണം. കണ്ടെയ്നർ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉണ്ടാവണം. ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിക്ഷേപകർ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവിടെ വരികയുള്ളൂ. അപ്പോൾ അതിന് പ്രോത്സാഹനം കൊടുക്കണം. അതിന് പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിക്ഷേപകരെത്തിയാൽ മാത്രമേ പുതിയ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുകയുള്ളൂ. ആ ബിസിനസ്സുകളാണ് ഇവിടെ നമ്മുടെ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നത്. അതെല്ലാം കൂടെ ചേർന്ന ഒരു സങ്കല്പമാണിത്. ഇപ്പോൾ കണ്ടെയ്നർ വരുന്നു, കണ്ടെയ്നറിനെ ഫീഡർ വെസൽ എടുത്തുകൊണ്ട് പോകുന്നു, അതിൽ നിന്നുള്ള GST വരുമാനം മാത്രം നമ്മുടെ സർക്കാരിന് ലഭിക്കുന്നു.
അവിടെയുള്ള നാട്ടുകാർക്കോ ഇവിടെ ഉള്ള ഈ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന യുവജനങ്ങൾക്കോ ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങണമെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്ത രീതിയിൽ, അതായത് 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന രീതിയിൽ ആ വിഭാവനം ചെയ്ത കാര്യം നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, അടിവരയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കണം. ശരി. വളരെ പ്രധാനപ്പെട്ടത് റോഡ് റെയിൽ കണക്ടിവിറ്റി തന്നെയാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പി എ പ്രകാശ് സാർ, ഇവിടെ ഈ വിഴിഞ്ഞത്തെ ചരക്ക് നീക്കം കേരള സർക്കാരിന് വലിയ നേട്ടമാകുമെന്നാണ് കരുതുന്നത്. നികുതി ഇനത്തിൽ വൻ വരുമാനമാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ സതീഷ് ഗോപി സാർ സൂചിപ്പിച്ചതുപോലെ കുറേ പോരായ്മകളുണ്ട്. അപ്പോൾ ഈ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ മലയാളികൾ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ലേ? അതായത് ഞാനിതിനെ കാണുന്നത് ഒരു വലിയൊരു കേരളത്തിൻ്റെ വളരെ മേജറായിട്ടുള്ള ഒരു വികസന പ്രോജക്റ്റാണ്. അപ്പോൾ പല നിലയ്ക്കും വളരെ ഫോർ റീച്ചിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണത് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ഈ പ്രോജക്റ്റ് നമ്മുടെ നാട്ടിൽ ഡിസൈൻ ചെയ്യുകയും അത് നടപ്പിലാക്കിയ രീതിയും അതിൻ്റെ കാലതാമസവും അതുകൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ട. കാരണം ഇത്രയും സുപ്രധാനമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് CP രാമസ്വാമി അയ്യർ ഇവിടെ ദിവാനായിരുന്ന കാലത്താണ് ആദ്യമായിട്ട് വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി ചിന്തിക്കുന്നതും 1946 ഒരു PWD വകുപ്പിൽ ഒരു വിഴിഞ്ഞം ഹാർബർ സ്പെഷ്യൽ സെക്ഷൻ തുടങ്ങുന്നതും ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറെ ഇവിടെ കൊണ്ടുവന്ന് ഒരു സർവേ നടത്തി ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയത്. പക്ഷേ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതോടുകൂടി കാര്യങ്ങളൊക്കെ മാറി. ആ സാഹചര്യത്തിൽ അതങ്ങോട്ട് മുന്നോട്ട് പോയില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് അത് വീണ്ടും ഒന്ന് നടപ്പിലാക്കാൻ എത്തിയത് എപ്പോഴാണെന്നറിയാമോ? നമ്മളേതാണ്ട് ഈ 1995 വീണ്ടും സംസ്ഥാന സർക്കാർ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. ആദ്യം ഈ ഹൈദരാബാദ് ബേസ് ഒരു കമ്പനിയെ കൊണ്ടുവന്ന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അത് പിന്നീട് ആ കരാർ അങ്ങോട്ട് മാറി. പിന്നെ 2004 വീണ്ടും ഒരു ഫീസിബിലിറ്റി പഠനങ്ങൾ നടത്തി. അതും പിന്നീട് അതിൽ ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും അത് മുന്നോട്ട് പോയില്ല. തുടർന്ന് 2007, 2010 തന്നെ ആഗോള ടെൻഡർ വിളിച്ചു. എന്നിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നിട്ട് 2014 ഈ പ്രോജക്റ്റ് പണിയാനായിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനീ പറഞ്ഞത്. ഇത്രയും സുപ്രധാനമായിട്ടുള്ള കേരളത്തിൻ്റെ പിന്നീട് കേരളത്തിന് വലിയ തോതിലുള്ള മാറ്റം, സാമ്പത്തിക കുതിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കാൻ നമ്മൾ 68 വർഷം എടുത്തു. നമ്മളിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നു, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, വളരെ നല്ല കാര്യമാണ്. കേരളം എന്ന് പറയുമ്പോൾ ഒരു എക്കോണമിസ്റ്റ് എന്നുള്ളതിൽ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം പരാജയപ്പെട്ടു. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇത് കുറേ വർഷം മുമ്പ് വന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി, അല്ലെങ്കിൽ ഇന്നത്തെ സ്ഥിതി എത്രത്തോളം മാറുമായിരുന്നു? അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കാണാൻ കഴിഞ്ഞില്ല, നമ്മുടെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് കാണാൻ കഴിഞ്ഞില്ല, നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് കാണാൻ കഴിഞ്ഞില്ല, നമുക്ക് ആർക്കും കാണാൻ. അപ്പം നമ്മൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ ഒരു നഷ്ടമാണ് വരുത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. അതായത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സംവിധാനത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണ സംവിധാനം നാടിന് വളരെ ഗുണകരമായിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനായിട്ടുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ കൂടെ ഞാനിവിടെ ഉയർത്തുന്നു. ഓക്കെ, ഡോക്ടർ ജയകുമാർ സാറ്, രാജ്യത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമാകുന്നതാണ് ഈ ഒരു പദ്ധതി. അപ്പോൾ ഈ തുറമുഖം കൊണ്ട് കേരളം വളരണമെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? നേരത്തെ സതീഷ് ഗോപി സാറും ഒപ്പം തന്നെ പ്രകാശ് സാറും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈ പദ്ധതി വിഭാവനം ചെയ്ത ആ കാലഘട്ടം മുതൽ ഇന്ന് എത്തി നിൽക്കുന്ന കാലഘട്ടം വരെയുള്ള കാര്യങ്ങളും താങ്കൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇവിടെ മാറ്റം വരേണ്ടത്? യഥാർത്ഥത്തിൽ ഈ പദ്ധതി പൂർണ്ണതോതിൽ
മലയാളികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിന് ഉപകാരപ്പെടണമെങ്കിൽ? അത് പറയുന്നതിന് മുമ്പ് ഈ നമ്മൾ 95-ലാണ് റിയലി ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. ഇതൊരു ലാർജ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻറ്റൻസീവ് പ്രോജക്റ്റാണ്. ഇതിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ആലോചിച്ച് വളരെ നടപ്പിലാക്കേണ്ട, വളരെ വിശദമായ പഠനങ്ങളും എല്ലാം നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ്. അതപ്പോൾ അങ്ങനെ ഒരു വളരെ എന്താ പറയണ്ട മാറി മാറി വന്ന സർക്കാരുകൾ എല്ലാം നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയും എന്നാൽ അത് റിഫൈൻ ചെയ്ത് ഓരോ സമയത്തും ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ടെൻഡർ പ്രോസസ്സ് വഴിയേ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോയാണ് ഈ ഒരു കാലതാമസം ഉണ്ടായതെന്നാണ് ഞാൻ. ബിക്കോസ് ഒരു ടെൻഡർ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത പ്രോസസ്സിന് പിന്നെയും കുറച്ച് സമയമെടുക്കും. പിന്നെ സർക്കാരുകൾ മാറി വരുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഈ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ശരിയാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം നഷ്ടപ്പെട്ടു. എന്നാൽ ഇനി അത് ആ നഷ്ടമൊന്ന് മറന്നുകൊണ്ട് നമുക്കിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഈ തുറമുഖത്തിൽ നിന്ന് എന്തൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിന് പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. പ്രധാനമായും ഈ തുറമുഖം ട്രാൻസ്ഷിപ്മെൻറ്റ് പർപ്പസിനാണ് വിഭാവനം ചെയ്തത്. തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ത്യക്ക് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ, ഒരു ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ഇല്ല. ആ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. ബിക്കോസ് ഇവിടുത്തെ ആഴവും 18 മുതൽ 20 മീറ്റർ വരെ, തീരത്ത് നിന്ന് 1 കിലോമീറ്റർ മാറിയാൽ നല്ല ആഴവും ഇത്രയും പ്രകൃതിദത്തമായ സൗകര്യങ്ങളുള്ളത്. അതായത് ഈ മണൽ നീക്കം, ലിറ്ററൽ മൂവ്മെൻറ്റ് അലോങ് ദ കോസ്റ്റ് വളരെ മിനിമലാണ്. അതുകൊണ്ട് മെയിൻ്റനൻസ് ചിലവുകളെല്ലാം കുറഞ്ഞും പിന്നെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസ് എല്ലാം 10 നോട്ടിക്കൽ മൈൽ അകലെയാണ്. സോ ഇതെല്ലാം കണ്ടിട്ട് ഇതൊരു സാധാരണ തുറമുഖമായിട്ടല്ല അന്നേ വിഭാവനം ചെയ്തത്. ഇതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ. ഇന്ത്യക്ക് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ഇല്ല. ഡീപ്പ് വാട്ടർ, പ്രത്യേകിച്ച് ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ഇപ്പം അനിവാര്യമായിട്ട് വന്ന ഘട്ടത്തിൽ ഇങ്ങനൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ഈ റീജിയനിൽ വന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പിൽ വന്നത് വളരെ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് അല്ലെങ്കിൽ എല്ലാ തുറമുഖങ്ങളുടെ എടുക്കുക നോക്കുകയാണെങ്കിൽ അതിൻ്റെ 75% ട്രാൻസ്ഷിപ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്നത് മറ്റു തുറമുഖങ്ങളാണ്. കൊളംബോ, സിംഗപ്പൂർ, സലാല, ദുബായ് എന്നീ തുറമുഖങ്ങളാണ്. അപ്പോൾ അതുമൂലം നമുക്കൊരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് നഷ്ടമാകുന്നുണ്ട്. സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റിമേറ്റ് ചെയ്ത കണക്ക് വെച്ചാണെങ്കിൽ 2000-2500 കോടി രൂപയുടെ നഷ്ടം പ്രതിവർഷം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഈ നമുക്ക് ലഭിക്കേണ്ട പോർട്ട് റവന്യൂസ് മറ്റുള്ള തുറമുഖങ്ങളാണ് കൊണ്ടുപോകുന്നത്. സോ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ വേണമെന്നും അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഒരു മേജർ പോർട്ടായിട്ടുള്ള കൊച്ചിൻ പോർട്ടിൻ്റെ കീഴിൽ വല്ലാർപാടം ടെർമിനൽ വികസിപ്പിക്കാൻ മുന്നോട്ട് പോയതും അതേ പാരലായിട്ടാണ് നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കണമെന്ന് തോന്നിയതും. ആ രീതിയിലും രണ്ടും ഏകദേശം ഒരേ സമയത്ത് തുടങ്ങി. എന്നാൽ സ്റ്റേറ്റിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസും കൺസ്ട്രെയിൻസും കൊണ്ട് ഇത്രയും കാലതാമസം എടുത്തു. അവിടെ കൊച്ചി തുറമുഖത്ത് വല്ലാർപാടം ടെർമിനൽ DP വേൾഡ് വന്നു. അവിടെ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത്. എന്നാൽ അവിടുത്തെ ഡെപ്ത് ലിമിറ്റേഷൻസ് കാരണം വലിയ കപ്പലുകൾക്ക് മദർഷിപ്സിനൊന്നും അടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നല്ല ഫേവറബിൾ പൊസിഷനിലാണ് ഇപ്പോൾ ഈ തുറമുഖം നിർമ്മിച്ചിരിക്കുന്നതും. ഇത് തീർച്ചയായിട്ടും ഇത് മുതലെടുത്ത് നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് പുറമെ നമ്മുടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്ത്, അതായത് ഒരു പോർട്ടും ഇൻഡസ്ട്രിയൽ മേഖലയും ഒരു ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ പോലെയാണ്. ആദ്യം ഇൻഡസ്ട്രി വരണോ അല്ലെങ്കിൽ പോർട്ട് വരണോ എന്നുള്ള ഒരു ചിന്താവിഷയത്തിൽ ഇരുന്നപ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പിച്ചിങ് ചെയ്ത് തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള പണവുമെല്ലാം ചിലവാക്കാമെന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ഈ തുറമുഖം ഇപ്പം നിർമ്മിച്ച് ഈ രീതിയിലെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ കൂടെ ഒരു 85% ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ 15% ഒരു ഗേറ്റ് വേ ട്രാഫിക് നമ്മളത് ബിൽഡപ്പ് ചെയ്ത് നമ്മുടെ സമീപ പ്രദേശങ്ങളും ഉള്ള ഇൻഡസ്ട്രീസ് വ്യാവസായിക വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അതിൻ്റെ ഉള്ള മുന്നോടിയായിട്ടാണ് ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന സംവിധാനം സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം
നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് നല്ല സോഷ്യോ ഇക്കണോമിക് ഗ്രോത്തിന് പ്രൊഫൈൽ ചെയ്യാനും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് മെനുകളുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് വന്നിരിക്കുകയാണ്. ഇത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, ശ്രീ അനിൽകുമാർ പണ്ടാൾ സാർ, ഈ തുറമുഖത്തിൻ്റെ പ്രയോജനം പൂർണ്ണ രീതിയിലാവണമെങ്കിൽ റോഡ് റെയിൽ കണക്ടിവിറ്റി കൃത്യമായിട്ട് വേണം. അപ്പോൾ അതിൻ്റെ നടപടികൾ കൃത്യമായി തന്നെ പൂർണ്ണ വേഗതയിൽ തന്നെയാണ് നടക്കുന്നത്. താങ്കളൊരു നഗരാസൂത്രണ വിദഗ്ധൻ എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്ന ആളാണല്ലോ. പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിൻ്റെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്? ഇത് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ആണെന്നുള്ളത് കൊണ്ട് കൂടുതൽ നേരത്തെ ബാക്കിയുള്ളവർ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ലോഡ് റോഡിലും റെയിലിലും ഇപ്പോൾ വരില്ല എന്നുള്ളതുണ്ട്. പക്ഷേ ഇതൊരു പ്രോപ്പർ ഫുൾ പോർട്ടായി ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും റോഡ് റെയിൽ കണക്ടിവിറ്റി വളരെ അത്യന്താപേക്ഷിതമായി വരും. ഇതിൽ പിന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അതിൽ വീഴ്ചയൊന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് എങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും, പ്രാവർത്തികമാക്കും എന്നുള്ളത് കണ്ടറിയണം. കാരണം പല പ്രോജക്ട്സും നേരത്തെ ശ്രീ പ്രകാശ് പറഞ്ഞ പോലെ തന്നെ പോകേണ്ട സ്പീഡിൽ പോകുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന് പറഞ്ഞത് 2016 വിഭാവനം ചെയ്തതാണ്. ഞാൻ ഈ നേരത്തെ പറയുകയുണ്ടായി, ഈ പ്രോജക്റ്റിൻ്റെ ആദ്യ കാലഘട്ടം 2001 പിന്നെ നോഡൽ ഏജൻസി ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത കമ്പനി ILFS ആണ് അത് വർക്ക് ചെയ്യുന്നത്. അന്ന് തൊട്ട് എനിക്ക് വിഴിഞ്ഞ പ്രോജക്റ്റിനെ പറ്റി അറിയാം. അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് 2015 ഞങ്ങൾ അടങ്ങുന്ന കൺസൾട്ടൻ്റ് എന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ 2015 നമ്മൾ വിഭാവനം ചെയ്ത ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഇപ്പോൾ നാളെ ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രാവർത്തികമാകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് ഉദ്ദേശിക്കാൻ ആകാത്ത തരത്തിൽ അത് വളരും. അങ്ങനെ വരുമ്പോൾ ബൈ റോഡുള്ള ട്രാൻസ്ഷിപ്മെൻറ്റും വരുമ്പോൾ ഈ റോഡ് തീർച്ചയായിട്ടും നമ്മുടെ ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ റോഡുകളൊന്നും ഈ ലോഡ് എടുക്കില്ല. അതിന് ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ തന്നെ നോർമൽ ട്രാഫിക്കിന് തന്നെ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിച്ച സ്പീഡിൽ പോകുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ റെയിൽ കണക്ടിവിറ്റി ഇപ്പം ലേറ്റസ്റ്റ് അറിയാൻ കഴിഞ്ഞ ബാണ്ടാപുരം കണക്ടിവിറ്റി ഭൂഗർഭപാത അപ്രൂവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് 2 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ വളരെ നല്ലത്. പിന്നെ ഇത് കൂടാതെ ഞാൻ ഈ തുറമുഖത്തിനെ കാണുന്നത് ഒരു സൗത്ത് പെനിൻസുല ഡെവലപ്മെൻറ്റിനുള്ളൊരു പൊട്ടൻഷ്യലായിട്ടാണ്. കേരളം മാത്രം എന്ന് നമ്മൾ പറയേണ്ട. കേരളത്തിന് തീർച്ചയായിട്ടും ഇതിൻ്റെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ലാറ്ററൽ ഡെവലപ്മെൻറ്റ്സ് വരുമ്പോഴത്തേക്കും ഇൻഡസ്ട്രീസ് വരും, അത് വരും, ഇത് വരും, നമ്മുടെ ഇവിടുത്തെ വർക്ക് കൾച്ചർ മാറും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനുപരിയായിട്ട് ഈ ഭാരതത്തിൻ്റെ സൗത്ത് പെനിൻസുലയുടെ ഒരു ഡെവലപ്മെൻറ്റിനായിട്ട് ഇത് ഉപയോഗിക്കണം. കാരണം അത്ര പൊട്ടൻഷ്യൽ, അത്രയും കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. ആ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഭാരതത്തിൻ്റെ സൗത്ത് പെനിൻസുലയുടെ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു കാറ്റലിസ്റ്റായിട്ട് ഇതിനെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് ഞാൻ ഇത് 2007 ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇതിൽ ഞങ്ങൾ അംബാസമുദ്രം തിരുവനന്തപുരം അംബാസമുദ്രം ഒരു 4 അല്ലെങ്കിൽ 6 വരി പാത വിഭാവനം ചെയ്തിരുന്നു. അതൊക്കെ ഇപ്പോൾ സംസാരിച്ച് കാണുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു കണക്ടിവിറ്റി, റോഡ് ആൻഡ് റെയിൽ കണക്ടിവിറ്റി വരുമ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് വെറുമൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എന്നുള്ളതിൽ നിന്ന് താഴേക്ക് വന്നൊരു ഫുൾ പോർട്ടായി ഡെവലപ്പ്. ഞാൻ താഴേക്കെന്ന് പറയുന്ന കാരണം ഭാരതത്തിലെ ഉള്ള ഇമ്പാക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വന്ന് ഒരു ഫുൾ പോർട്ടായി ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കണക്ടിവിറ്റിയുടെ ആവശ്യകത തീർച്ചയായിട്ടും മനസ്സിലാവും. അത് വന്നേ തീരുതാണ്. ഓക്കെ, ശ്രീ സതീഷ് ഗോപി സാറ്, കുറച്ച് പോരായ്മകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മദർഷിപ്പ് വന്നു പോകുമ്പോൾ തുറമുഖത്തിന് കിട്ടുന്ന 1 കോടി രൂപ വരുമാനം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരുമോ? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ. ഒപ്പം തന്നെ അതല്ല, കൂടുതൽ വരുമാനം കേരളത്തിന് വേണമെങ്കിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്? നമുക്കൊരിക്കലും 1 കോടി രൂപ വരുമാനം കൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടാനാകില്ല. അതിനു വേണ്ടിയിട്ടല്ല ഈ തുറമുഖം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് എടുക്കുകയാണെങ്കിൽ ഷാങ്ഹായ് പോർട്ട് ഒരു വർഷം കൈകാര്യം ചെയ്യുന്നത് 50 മില്യൺ
കണ്ടെയ്നറാണ്. സിംഗപ്പൂർ ഒരു വർഷം കൈകാര്യം ചെയ്യുന്നത് 40 മില്യൺ കണ്ടെയ്നേഴ്സാണ്. ബങ്കറിംഗ് എന്ന് പറയുന്ന ഫ്യൂവലിംഗ് സംവിധാനത്തിലൂടെ മാത്രം സിംഗപ്പൂർ പോർട്ടിൻ്റെ വരുമാനം $17.6 ബില്യൺ, 17.6 ബില്യൺ ഡോളർ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ 1/3 വലിപ്പം മാത്രമേ ഉള്ളൂ. ആ രാജ്യം 17.6 ബില്യൺ ഡോളർ ബങ്കറിങ്ങിലൂടെ കരസ്ഥമാക്കുന്നു എന്ന് പറയുമ്പോൾ $1 പോലും ഓയിൽ കുഴിച്ചെടുക്കാൻ പറ്റിയ റിസോഴ്സസ് ഇല്ലാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അതേപോലെ ഇവിടെ നമ്മൾ ഈ വിഴിഞ്ഞത്തിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, അതായത് 10 നോട്ടിക്കൽ മൈൽ മാത്രം അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്നുള്ള അകലം, ആ അകലം നമുക്കൊരു പോസിറ്റീവായിട്ടൊരു പോയിൻ്റായിട്ട് എടുത്തുകൊണ്ട്, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് ബങ്കറിംഗ് ഫെസിലിറ്റി നല്ല രീതിയിൽ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 10 നോട്ടിക്കൽ മൈൽ അകലെയുള്ള അന്താരാഷ്ട്ര കപ്പൽച്ചാല് വഴി ദിവസം 250 കപ്പലുകൾ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. ആ 250 കപ്പലുകൾക്കുള്ള ഫ്യൂവൽ കൊടുക്കാൻ ഇവിടെ ഈ ബങ്കറിംഗ് ഫെസിലിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ, ഫുൾ ഫ്ലഡ്ജഡായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കും. എത്രയും പെട്ടെന്ന് ഇപ്പോൾ 2028 മൂന്നാമത്തെ ഘട്ടം പൂർത്തിയാകും. അന്നേരം 1200 മീറ്റർ ബെർത്തും കൂടെ സജ്ജമാകും. അങ്ങനെ 2 കിലോമീറ്റർ ബെർത്ത് സജ്ജമായി കഴിഞ്ഞാൽ 5 കപ്പലുകൾക്ക്, ചെറിയ മദർഷിപ്പുകൾക്ക് ഇതിനുള്ളിൽ ബെർത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതിൻ്റെ വികസനം മുന്നോട്ട് പോകുന്നത്, ഈ തുറമുഖത്തിൻ്റെ. അത് മാത്രമല്ല, ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന ആ രാജ്യത്തിൽ ഏകദേശം 58 ലക്ഷം ജനങ്ങളുണ്ട്. 58 ലക്ഷം ജനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 7 പേരും മറൈൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം ഫുൾ ഫ്ലെഡ്ജഡായി കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലായി പ്രവർത്തിക്കുമ്പോൾ തന്നെ മാക്സിമം ഔട്ട്പുട്ട്, അത് 3.5 മില്യൺ ആണ് ഇതിൻ്റെ മാക്സിമം ഈ 3 സ്റ്റേജും വരുമ്പോൾ കാണുന്നത്. അവിടെ നിർത്തരുത്, ഇത് വീണ്ടും വികസിക്കണം. വീണ്ടും വികസിച്ച് ഇന്ത്യയുടെ ഇപ്പോൾ കൊളംബോയില്ല, സിലോണിലെ മൊത്തം തുറമുഖം കൈകാര്യം ചെയ്യുന്നത് 7.7 മില്യൺ TEU ആണ്. ഈ ലോകത്തിലെ ഇന്ത്യയിലെ മൊത്തം തുറമുഖങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറെക്കാളും കൂടുതലാണ്, ഇരട്ടിയിൽ കൂടുതലാണ് ചൈനയിലെ ഒരു തുറമുഖം കൈകാര്യം ചെയ്യുന്നത്. നമുക്കിപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ, നമ്മളെല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കാൻ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യ മാറണം, ഭാരതം മാറണം എന്നുള്ള കാഴ്ചപ്പാടിൽ പോകുമ്പോൾ നമുക്ക് വളരെയധികം എക്സ്പോർട്ട് സാധ്യതകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഈ സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്നുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്ക് ഇറക്കുമതിയും ചെയ്യേണ്ടി വരും. അപ്പോൾ കയറ്റുമതി ഇറക്കുമതി ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരൊറ്റ പോളിസി നമ്മൾ ആസ്പദമാക്കി മൂവ് ചെയ്താൽ ഇന്നത്തെ കണ്ടെയ്നർ, നമ്മൾ എത്ര കണ്ടെയ്നറുണ്ട് നമ്മൾ എല്ലാ പോർട്ടുകളും കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ ഒരു ഇരട്ടിയിൽ കൂടുതലാവും 2030 2030 നമുക്കൊരു വിഷൻ തന്നെയുണ്ട്, മാരിടൈം വിഷൻ. അതിലത് പറയുന്നുണ്ട്, അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി സജ്ജമാക്കാൻ ഈ തുറമുഖത്തിനെ നമ്മൾ ആ രീതിയിൽ കൊണ്ടുപോകണം. ഈ 3.5 മില്യൺ എന്ന് പറയുന്നതിൽ ആ ലിമിറ്റിൽ ഇവിടെ കൊണ്ട് നിർത്തരുത്. കാരണം 40 മില്യൺ കണ്ടെയ്നറാണ് സിംഗപ്പൂർ പോർട്ട് കൈകാര്യം ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും വലിയ 10 പോർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 7 പോർട്ടുകളും ചൈനീസ് പോർട്ടുകളാണ്, മദർ പോർട്ടുകൾ. ഇവിടെ വിഴിഞ്ഞത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഡ്രഡ്ജിങ്ങിന് വേണ്ടി വിനിയോഗിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് ഈ തുറമുഖത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവന്യൂ അത് കൂടുതലാണ്, ലാഭം കൂടുതലാണ്. പക്ഷേ തുറമുഖം എത്രത്തോളം കൂടുതൽ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നു അത്രത്തോളം
കൂടുതൽ വികസനം ഈ നാടിന് വരും, റവന്യൂ ജനറേറ്റ് ചെയ്യും, ലാഭം ജനറേറ്റ് ചെയ്യും, അതിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ്റിന് ലഭിക്കുകയും ചെയ്യും. ആ രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ലോകത്തിപ്പോൾ എന്ത് നടക്കുന്നു എന്ന് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങളെല്ലാം തുറമുഖ നഗരങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള, അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മാറ്റി വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ കൊണ്ടെത്തിക്കണം. അതായത് കയറ്റുമതി ഇറക്കുമതി പിന്നീട് ഈ വിഴിഞ്ഞത്തിനെ ഫോക്കസ് ചെയ്താണ് നടക്കുന്നത് എന്ന് കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ മാറ്റി പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരണം. ആ രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നേതൃത്വം നമുക്ക് വേണം. ശ്രീ ബി എ പ്രകാശ് സാർ, ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. നേരത്തെ സതീഷ് ഗോപി സാർ പറഞ്ഞതുപോലെ ഈ തുറമുഖത്തിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ അത് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഒപ്പം തന്നെ ഈ കപ്പലുകളിൽ കുടിവെള്ളവും ഭക്ഷ്യവസ്തുക്കളും നൽകുന്നത് പോലും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. അത് നമ്മൾ ഇനി എങ്ങനെ പ്രയോജനപ്പെടുത്തിയെടുക്കും? കേരളത്തിന്, പ്രത്യേകിച്ച് സർക്കാരിന് തന്നെ നേട്ടമാകുന്ന രീതിയിൽ നമ്മൾ ഈ തുറമുഖത്തെ എങ്ങനെയാണ് ഇനി ഉപയോഗപ്പെടുത്തേണ്ടത്? അതായത് ഇത് വളരെ മേജറായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് ശരിക്കും ഫങ്ഷനിങ് ആയിട്ട് പോകണമെങ്കിൽ അതിൻ്റെ അനുബന്ധ ഘടകങ്ങളെല്ലാം ശരിക്കും പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രീതി നോക്കിയാൽ സർക്കാർ കാര്യം മുറ പോലെയാണ് കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ്. ഞാൻ സംസ്ഥാനത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കാണുന്നത് സർക്കാർ കാര്യം മുറ പോലെ ഒരു അയഞ്ഞ മട്ടിൽ ആണ് ഈ പ്രധാനപ്പെട്ട പ്രോജക്ട്സ് ഒക്കെ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണ് നമുക്കുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ CAG-യുടെ റിപ്പോർട്ട് ഇതെടുത്ത് നോക്കും. CAG-യുടെ ഓരോ പ്രോജക്റ്റിൻ്റെ പെർഫോമൻസിനെ പറ്റിയുള്ള ഡേറ്റ CAG-യുടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഡേറ്റ കാണിക്കുന്നത് ഈ സർക്കാർ നടത്തുന്ന വികസന പ്രോജക്റ്റുകളൊക്കെ വളരെ മോശമായ രീതിയിൽ, അല്ലെങ്കിൽ അതിന് കാര്യക്ഷമമായിട്ടൊന്നും നടക്കുന്നില്ല. ആ രീതിയിലാണ് നമ്മൾ സർക്കാർ വീണ്ടും ഈ പ്രോജക്റ്റിനെ സമീപിക്കുകയും ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള അനുബന്ധ റോഡുകൾ, അല്ലെങ്കിൽ റെയിൽവേ ലൈൻ, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എല്ലാം ആ തരത്തിലാണ് നടപ്പിലാക്കാൻ പോകുന്നുവെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കിതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം. ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്തും ബാലാപുരം ഒരു റെയിൽവേ ലൈൻ, അത് ഒരു റെയിൽവേ ലൈൻ അപ്രൂവ് ചെയ്തെന്നൊക്കെ പറയുന്നു. പക്ഷേ അത് യാഥാർത്ഥ്യമാകുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞത്തിന് കണക്ട് ചെയ്യാനായിട്ട് ഒരു 40 കിലോമീറ്റർ ഒരു റിംഗ് റോഡ് വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആളുകളെല്ലാം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ ലാൻഡ് അക്വിസിഷൻ്റെ പണം കൊടുക്കാത്തതുകൊണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രോജക്റ്റുകളൊക്കെ ഏതാണ്ട് ഒച്ചയണ രീതിയിലാണ് വെക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സംസ്ഥാന സർക്കാർ നടത്തേണ്ട കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എടുക്കും, ഇപ്പോൾ വിഴിഞ്ഞത്ത് തന്നെ കുടിയിറക്കിയ ആളുകളുണ്ടല്ലോ ഈ പ്രോജക്റ്റിന് വേണ്ടി, അവർക്ക് തന്നെ നേരെ പിന്നീട് അക്കോമഡേഷനോ അല്ലെങ്കിൽ ഹൗസിങ്ങോ ഇതുവരെ 10 വർഷമായിട്ട് നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പിന്നീട് സർക്കാർ കാര്യം മുറ പോലെ അല്ലെങ്കിൽ എന്നുള്ള ഒരു അയഞ്ഞ മട്ടിൽ നമ്മൾ ഇതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് അതേ നടക്കുകയുള്ളൂ. എൻ്റെ ഒരു വിലയിരുത്തൽ, ഞാൻ കുറേ നാളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും കേരളത്തിൻ്റെ ഈ പലതരത്തിലുള്ള ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയും നിരീക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇതിൽ ഇപ്പോൾ വലിയൊരു ഈ തരത്തിലുള്ള ഇപ്പോൾ നല്ലൊരു പ്രോജക്റ്റ് വന്നു, അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടാൻ പോകണം, അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്, എല്ലാം അതിൻ്റെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പൊക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ കാര്യമില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വളരെ ഗൗരവമായിട്ട് പിന്നീട് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും പോയില്ലെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് കൊണ്ട് വലിയൊരു നേട്ടം നമുക്ക് നേടാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ തന്നെ ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ ഇവിടെ ഇപ്പോൾ റോഡുകളുടെ സ്ഥിതി എന്താണെന്ന് നോക്കൂ. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏതാണ്ട് 174 ലക്ഷം വാഹനങ്ങളുണ്ട്. ഈ നാഷണൽ ഹൈവേ ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ കൂടെയുള്ള റോഡ് യാത്ര ഒന്ന് നോക്കുക. അതിൻ്റെ ദിവസം ആ തരത്തിൽ ഈ റോഡിൽ യാത്ര ചെയ്താൽ തിരിച്ചു വരുമെന്ന് പോലും പറ്റില്ല. അത്രയും ആക്സിഡൻ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയൊരു ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഈ സിംഗിൾ ലൈൻ, ഡബിൾ ലൈൻ എല്ലാം 4 ലൈനും 6 ലൈൻ റോഡുകളായിട്ട് മാറണം. അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആവശ്യം. അത് നടക്കുന്നില്ല. ഒരു നോർമൽ കേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്.
അത് നമുക്ക് നടക്കുന്നില്ല. ഇതുപോലെയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഏത് കാര്യത്തിലായാലും അപ്പോൾ നമ്മൾ ഈ സർക്കാർ ഒരു തണുപ്പം മട്ടിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നടത്തുന്ന ഒരു രീതിയിൽ വളരെ കാഷ്വലായിട്ട് ഈ പ്രോജക്റ്റ് കൊണ്ടുപോയാൽ വലിയ ഒരു സാധ്യത ഉള്ള ഒരു പ്രോജക്റ്റിൽ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ മറികടന്നാണ് ഈ പ്രോജക്റ്റ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല വശങ്ങളുമുണ്ട്. താങ്കൾ അങ്ങനെ നോക്കിക്കാണുമ്പോൾ അതിൻ്റെ സാധ്യതകൾ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതായത് നല്ല വശങ്ങൾ ആണല്ലോ നമ്മൾ പറയും. അതായത് ഈ നല്ല വശങ്ങൾ നിലനിർത്തണമെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് നമുക്ക് അതിനനുസരിച്ച് വലിയൊരു കുതിപ്പുണ്ടാവുമെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അതങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ റോഡ് വേണ്ടേ, അല്ല പിന്നെ ആ റെയിൽവേ ലൈൻ വേണ്ടേ, അല്ലെങ്കിൽ ഈ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കാശ് കൊടുക്കണ്ടേ? പിന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്ന ഒരു എക്കോണമിസ്റ്റ് എന്നുള്ള നിലയിൽ കാണുന്നതും സംസ്ഥാനത്തിൻ്റെ ഈ ധനസ്ഥിതി പരിശോധിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം. നമ്മുടെ ഫൈനാൻസ്, സംസ്ഥാനത്തിൻ്റെ ഫൈനാൻസ് അൺപ്രസിഡൻറ്റഡ് ഫിസിക്കൽ ക്രൈസിസ് നിൽക്കുന്നു. ഒന്നിനും പണമില്ലാത്ത അവസ്ഥ. ഇന്നത്തെ പത്രം എടുക്കും, വേൾഡ് ബാങ്ക് കൊടുത്ത പണം പോലും, വേൾഡ് ബാങ്ക് ഒരു ലോൺ കൊടുത്ത തുക പോലും ഇവിടെ വക മാറ്റി ചിലവാക്കുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഇതനുസരിച്ച് ലോൺ എടുക്കുക എന്ന് പറയുന്നത് വികസനത്തിന് വേണ്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് സർക്കാർ എല്ലാ ലോണും എടുക്കുന്നത്. വികസനത്തിന് വേണ്ടി മാത്രമേ ലോൺ എടുക്കാവൂ. പക്ഷേ ഈ വികസനത്തിന് വേണ്ടി ഒരു പൈസ പോലും ചിലവാക്കുന്നില്ല. അത് മുഴുവനും ഈ നിത്യനിദാന ചെലവിനും ബാക്കിയുള്ള കാര്യങ്ങൾ അത് കൊടുത്തിട്ട് പോലും ഇവിടെ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ രൂക്ഷമായിട്ടുള്ള ഈ ധനകാര്യ പ്രതിസന്ധി അല്ലെങ്കിൽ അതിൻ്റെ തകർച്ച എന്ന് ഞാൻ പറയും. നമുക്ക് ഈ അനുബന്ധ ഘടകങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ പിന്നീട് കേരളത്തിൻ്റെ ഈ മുന്നോട്ട് പോക്കിനും വലിയ ഒരു തടസ്സമായിട്ട് നിൽക്കും. അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യമുണ്ട്, ഇമാതിരിയുള്ള ചർച്ചയിൽ കാര്യങ്ങളെല്ലാം അങ്ങനെ പിന്നീട് ഈ പരസ്യത്തിൽ നമ്മൾ സ്തുതി പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ വരണം. ആ യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ശരി. ഓക്കെ. ഡോക്ടർ ജയകുമാർ സാറ്, യഥാർത്ഥത്തിൽ ഈ ഒരു വിഴിഞ്ഞം പദ്ധതി ചരിത്രമാകുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഈ തുറമുഖം ഇന്ത്യയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ഇല്ലാത്തതിൻ്റെ ഒരു വിടവ് നികത്തിൽ ഉള്ള രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഒപ്പം ഈ ഗേറ്റ് വേ ട്രാഫിക് എല്ലാവരും പറഞ്ഞതനുസരിച്ചിട്ട് ഗേറ്റ് വേ ട്രാഫിക് വന്നാൽ ആണ് നമുക്ക് വികസനം നമ്മുടെ ഈ സംസ്ഥാനത്തിനും സമീപ പ്രദേശങ്ങൾക്കുള്ള വികസനം സാധ്യമാകുന്നത്. അതിലേക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചാണ് വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ള ഞാൻ ഈ സർക്കാരുകളെ പറ്റി പറയുന്നില്ല, എല്ലാ സർക്കാരുകളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചിന്തിച്ചോട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത് ഇവിടെയുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ പറഞ്ഞ കണക്ടിവിറ്റി എല്ലാത്തിനും വളരെ അധികം ശുഷ്കാന്തിയും എല്ലാം കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ റോഡുകളുടെ വികസനം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റോഡുകളുടെ സ്ഥിതി ഇതായിരുന്നില്ല. ഇപ്പോൾ വളരെയധികം ഡെവലപ്പ് ചെയ്ത് നല്ല റോഡുകളും നമുക്ക് പല ഉൾപ്രദേശങ്ങളിൽ വരെ നല്ല റോഡുകൾ ഉള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും എല്ലാം സാധിക്കും. ഇപ്പോൾ തന്നെ റോഡ് കണക്ടിവിറ്റി ഈ പറഞ്ഞ നേരത്തെ സൂചിച്ച പോലെ ഈ ഗേറ്റ് വേ ട്രാഫിക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് അത് എല്ലാം ഇപ്പം തന്നെ അത് ഉണ്ട്. സർവീസ് റോഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അതിനുള്ള ചരക്ക് നീക്കത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. കൂടാതെ റെയിൽ കണക്ടിവിറ്റി കുറച്ച് താമസിച്ചു. കാരണം ഇവിടെയുള്ള നമ്മുടെ എന്താ പറയുക കമ്മ്യൂണിറ്റിയും ജനങ്ങളെയും മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള പ്രോജക്ട്സ് പോലെയല്ല, എല്ലാവരെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതിനുള്ള കാലതാമസമാണ് എടുക്കുന്നത്. ഇവിടെ പല ഓപ്ഷൻസും പരിശോധിച്ച് ആദ്യം ഓൺ ഗ്രൗണ്ട് റെയിൽവേ ലൈൻ നോക്കിയായിരുന്നു നേമത്തോട് കണക്ട് ചെയ്യാൻ. അതിനു മുമ്പ് നെയ്യാറ്റിൻകരയിലായിരുന്നു കണക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പിന്നെ അത് നേമത്തായി, പിന്നെ ബാലരാമപുരത്തായി. ഇങ്ങനെ പല ഓപ്ഷൻസും ചർച്ച ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടാണ് ഇപ്പോൾ ഫൈനലി ഒരു ടണൽ ഓപ്ഷനിൽ വന്ന് എത്തിച്ചേർന്നതും അതിനുള്ള അനുമതിയെല്ലാം ലഭിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അതിൻ്റെ പണിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
തീർച്ചയായിട്ടും ഇതെല്ലാം വരുന്ന മുറയ്ക്ക് ഇവിടെ ഒരു വലിയ വികസനം കുതിപ്പാണ് ഉണ്ടാവുക. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ മറ്റുള്ള ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും ഈ തുറമുഖത്തിന് ആവശ്യമായ അനുബന്ധ ഘടകങ്ങളും അതുമായിട്ട് ചേർന്ന് വരേണ്ട വ്യവസായങ്ങളും ഈ കപ്പലിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പോർട്ടിന് വേണ്ടിയുള്ള സപ്പോർട്ട് സർവീസസ്, റിപ്പയർ സർവീസസ് നൽകുന്ന ഫേംസൊക്കെ നിരവധി ഫേംസോടെ വരുന്നുണ്ട്. അവരെല്ലാം ഇപ്പോൾ തന്നെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മൾ ഈ പോർട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ സ്ട്രീംലൈൻ ചെയ്ത് വരുന്നതോടൊപ്പം തന്നെ മറ്റുള്ള വ്യവസായങ്ങളുമെല്ലാം ഇവിടെ വരും. തീർച്ചയായിട്ടും ഇതൊരു വൻ വികസന കുതിപ്പായിരിക്കും നമുക്ക് മുന്നിൽ ഉണ്ടാവുക. ഓക്കെ, അനിൽകുമാർ പണ്ടാൽ സാറ്, താങ്കളും ജയകുമാർ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു വികസന കുതിപ്പ് തന്നെ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? നമ്മൾ കുറേ നെഗറ്റീവ് വശങ്ങളും പറയുകയുണ്ടായി, ചില പോരായ്മകളുണ്ട്. അതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമോ ഈ വിഴിഞ്ഞം പദ്ധതി? ഈ പദ്ധതി ഞാനിത് രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ ചോദ്യം. ഒന്ന്, ശ്രീ പ്രകാശ് പറഞ്ഞ പോലെ ഉള്ള നമ്മുടെ വൈമനസ്യം പല കാര്യങ്ങളും ചെയ്യാനുള്ള താമസം, കാലതാമസമൊക്കെ ഒരു സമൂഹത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് ഈ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ വന്ന മത്സ്യത്തൊഴിലാളികളുടെ സമരം വന്നു. അത് വ്യക്തമായിട്ടുള്ള സർക്കാർ മെസ്സേജ് കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നടക്കില്ല എന്നുള്ളത്. അത് സോൾവ് ചെയ്തിട്ട് വിഴിഞ്ഞം പോർട്ട് വരാനായിട്ട് നിന്നാൽ അത് നടക്കില്ല. അപ്പം ആ ഒരു അപ്രോച്ചിലാണ് ഇപ്പം ഈ ഞാൻ പറയുന്ന ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് നേരത്തെ ശ്രീ ജയകുമാർ പറഞ്ഞ പോലെ ഒരു ഗേറ്റ് വേ പോർട്ടായി, അതായത് ഫുൾ പോർട്ടെന്ന് ഞാൻ പറഞ്ഞ ഗേറ്റ് വേ പോർട്ടാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഗേറ്റ് വേ പോർട്ടായി മാറുമ്പോഴത്തേക്ക് ഈ പോർട്ട് നമുക്ക് നൽകുന്ന വികസന സാധ്യതകൾ അൺഇമാജിനബിളാണ് പല 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 മേഖലകളിൽ. ഇപ്പം നേരത്തെ ഞാൻ പറയേണ്ട നമുക്ക് ക്രൂയിസ് ടെർമിനൽ, ഇപ്പോൾ ഒരു കേരളത്തിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് ക്രൂയിസ് ഷിപ്പിൽ വരുന്ന, ഇപ്പോൾ കൊച്ചിയിലാണ് വരുന്നത്, വന്നിട്ട് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്ന് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഉദ്ദേശിച്ച് നോക്കൂ, ഇവിടെ ഒരു ക്രൂയിസ് ടെർമിനൽ വരികയാണ് എങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഇവർക്ക് കേരളം മുഴുവൻ ട്രാവൽ ചെയ്ത് ആ സമയത്തേക്ക് കൊച്ചിയിലോ ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തോ ഈ ക്രൂസ് ടെർമിനൽ വേറൊരു ടെർമിനൽ വരികയാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് തിരിച്ച് അതിൽ കയറി പോകാം. ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് അനുബന്ധ ഘടകങ്ങൾ ഒരുപാട് വരും. ഇതിന് ഇൻഡസ്ട്രീസ്, നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് സാധ്യത വരുമ്പോൾ ഈവൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് വേണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കേരളത്തിൽ വരുത്താവുന്നതേ ഉള്ളൂ, കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പണിങ്, ഒരു ഗേറ്റ് വേ ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അനന്തമായ സാധ്യതകളാണുള്ളത്. സോ അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ എല്ലാം നേരെയാക്കിയിട്ട് ഇത് തുടങ്ങാം എന്ന് വെച്ചിരുന്നാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പോർട്ട് തുടങ്ങിയിട്ട് താഴേക്ക് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരാം, നമ്മുടെ സമൂഹത്തിനെ തന്നെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ സർക്കാർ എത്തിയിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇപ്പം പ്രാവർത്തികമാവുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ശ്രീ സതീഷ് ഗോപി സാറ്, ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്തണം? വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് പിന്നീട് ഒരു മദർ പോർട്ട് എന്ന് പറയുന്നത്. മദർ പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കില്ല, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജലത്തിലൂടെ അല്ലെങ്കിൽ കടലിലൂടെ ഉള്ള ചരക്ക് നീക്കമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം. അപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ ആ മാർഗത്തിലൂടെ ഇപ്പോൾ മദർ ഷിപ്പിൽ കൊണ്ടുവരുന്നതാണ് ചെറിയ ഷിപ്പിൽ കൊണ്ടുവരുന്നതിനേക്കാളും കാർഗോ കൊണ്ടുവരുന്നതിനേക്കാളും വളരെ ലാഭം. അപ്പോൾ എല്ലാവരും വലിയ ഷിപ്പിനെ ആശ്രയിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിലേക്ക് മദർ പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ജയകുമാർ സാർ പറഞ്ഞ പോലെ ഓരോ വർഷവും നമുക്ക് 2400 കോടി രൂപയോളം നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം വന്നിരുന്നു. ആ ലേഖനത്തിനെ ഉദ്ധരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിഴിഞ്ഞം വന്നതുകൊണ്ട് ആ 2400 കോടി രൂപ നമുക്ക് നഷ്ടം വരില്ല, നമ്മുടെ ഭാരതത്തിന് നഷ്ടം വരില്ല. നമുക്ക് നഷ്ടം വന്ന ഈ തുക കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊളംബോ, സിംഗപ്പൂർ, ദുബായ് എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള മദർ പോർട്ടുള്ള രാജ്യങ്ങൾക്കാണ്.
ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മദർ പോർട്ട് വന്നതുകൊണ്ടും മാത്രമല്ല ഇന്ത്യയിൽ വേറെ 2 മദർ പോർട്ടും കൂടെ വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഒരെണ്ണം വരുന്നുണ്ട്, അതേപോലെ നിക്കോബാർ ഐലൻഡിലും ഒരെണ്ണം വരുന്നുണ്ട്. പുതിയതായി ഒരു മദർ പോർട്ട് 2 മദർ പോർട്ടുകൾ വരുന്നുണ്ട്. എന്തിനാ ഈ മദർ പോർട്ടുകൾ വരുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ കടൽ വഴിയുള്ള ചരക്ക് നീക്കമാണ് ഏറ്റവും കൂടുതൽ ചിലവ് കുറഞ്ഞതും അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടും വരുന്നത്. അപ്പോൾ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക എന്നതിന് തുല്യമാണ്. ഇനി ഇവിടെ വിഴിഞ്ഞം മദർ പോർട്ട് വന്നു എന്ന് പറയുമ്പോൾ ഇനി പ്രകാശ് സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ കടമെടുക്കുകയാണ്. ഒന്ന് ചുരുക്കി പറയണം സാർ. പെട്ടെന്ന് പറയാം. ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരിക്കണം. ഇപ്പോൾ കരമന കളിയിക്കാവുള്ള റോഡ് 20 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തു. എവിടെ വന്ന് നിൽക്കുന്നു? ബാലരാമപുരത്ത് വന്ന് നിൽക്കണം. അത് തീർന്നോ? ഇല്ല. ആ രീതിയിലാണ് ഇതിൻ്റെ റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതൊരു പരാജയമായി മാറും. അല്ല, വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു വൻ വിജയമായിട്ട് മാറും. രീതിയിൽ ഈ പ്രോജക്റ്റിനെ കാണണം. ഓക്കെ, വിഴിഞ്ഞം എന്തായാലും വലിയൊരു വിജയമായി മാറട്ടെ. ഒപ്പം തന്നെ കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഒരു കാരണമായി തീരട്ടെ എന്നും കൂടി പ്രതീക്ഷിക്കാൻ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ചർച്ച പൂർണ്ണമാവുകയാണ്. നമസ്കാരം.